സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടിയുടെ വാൾവ് ക്ലിയറൻസ് കൃത്യമായി നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ സർവീസ് മാനുവൽ, അത് ഏത് ബ്രാൻഡിൻ്റെ വണ്ടിയായാലും, യമഹ ആയാലും ഹീറോ ആയാലും അങ്ങനെ ഏത് ബ്രാൻഡിൻ്റെ വണ്ടി ആയാലും അതിൻ്റെ സർവീസ് മാനുവലിൽ കൃത്യമായിട്ടുള്ള വാൾവ് ക്ലിയറൻസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇൻലെറ്റ് വാൾവിന് എത്രയാണ് അത് അളവ് വെക്കേണ്ടത്, അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൾവിന് എത്രയാണ് അളവുകൾ നമ്മൾ കൃത്യമായി വെക്കേണ്ടത് എന്ന് ആ അളവുകൾ കൃത്യമായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കാരണം നമ്മൾ വാൾവ് ടൈറ്റ് ചെയ്യുന്ന രണ്ട് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് നമ്മുടെ ഹോണ്ട ഷൈനിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഹോണ്ട ഡിയോയിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കോമൺലി അത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ബൈക്കുകളിലായാലും നമ്മൾ റോക്ക് റാം വരുന്ന വണ്ടികളിലൊക്കെ ആ ഒരു ഹോണ്ട ഷൈനിൽ എങ്ങനെയാണോ ടൈറ്റ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ വാൾവ് ടൈറ്റിങ് അല്ലെങ്കിൽ വാൾവ് ക്ലിയറൻസ് ചെക്ക് ചെയ്യുന്നതൊക്കെ വരുന്നത്. ഇപ്പോൾ സ്കൂട്ടേഴ്സിലായാലും നമ്മുടെ ഡിയോയിൽ വരുന്ന മാക്സിമം അതേപോലെ തന്നെയാണ്. അതിൻ്റെ അളവുകളിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കോമൺലി ഒരു ഇൻലെറ്റിൻ്റെയും എക്സോസ്റ്റിൻ്റെയും വാൾവ് ക്ലിയറൻസിൻ്റെ അളവ് എന്ന് പറയുന്നത്, ഇൻലെറ്റ് വാൾവ് എന്ന് പറയുന്നത് 0.08 mm അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൾവ് 0.10 mm ആണ്. ആദ്യം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് വാൾവ് ടൈറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ എന്തിനാണ് വാൾവ് ടൈറ്റ് ചെയ്യുന്നത്, വാൾവ് ടൈറ്റ് ചെയ്യാതെ ഓടിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീഡിയോയിൽ വേറൊരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ട് എൻ്റെ വാൾവ് ചെക്ക് ചെയ്യണം, വാൾവ് കംപ്ലൈൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ വാൾവ് ഇല്ല, വാൾവ് കറക്റ്റ് ആവാത്തത് കൊണ്ടായിരിക്കണം എൻ്റെ വണ്ടിയുടെ മൈലേജ് ഷോർട്ട് ആവുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വാൾവ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് വാൾവ് ടൈറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ സർവീസ് മാനുവലിലൊക്കെ പറയുന്നത് എവറി 1000 കിലോമീറ്റേഴ്സ്, അതായത് എല്ലാ 10,000 കിലോമീറ്ററിലുമാണ് നമ്മൾ വാൾവ് ചെക്ക് ചെയ്യേണ്ടത്, അതുപോലെ വാൾവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരു 0.01 0.2 ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായി ചെയ്യണം എന്നില്ല, നല്ല രീതിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വാൾവ് ടൈറ്റ് അല്ലെങ്കിൽ വാൾവ് ലൂസായി എന്ന് നമുക്ക് തന്നെ ഏകദേശം അറിയാൻ പറ്റും. നമ്മുടെ ഈ ഒരു വാൾവ് എന്ന് പറയുന്നത് ടോപ്പിൽ നമ്മുടെ ഹെഡിലാണ് ഉണ്ടാവുക. ഈ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള സൗണ്ട് വരും. ഇപ്പോൾ നമ്മൾ നോർമലി എൻജിൻ വളരെ സ്മൂത്ത് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്തായാലും എൻജിൻ വളരെ സ്മൂത്ത് ആയിരിക്കും, അത്യാവശ്യം ആ ഒരു ടോട്ടലി എൻജിൻ്റെ മാത്രം ഒരു നോയ്സ് കാണിക്കും എന്നേ ഉള്ളൂ. പക്ഷേ വാൾവ് ലൂസായ വണ്ടിയിൽ അഡീഷണൽ നമ്മുടെ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം ചെറിയ രീതിയിലുള്ള ഒരു ടിക്ക് ടിക്ക് ടിക്കുന്നൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ വാൾവ് ലൂസാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് കൃത്യമായ ടൈമിംഗ് വെച്ചിട്ട് വേണം അത് ടൈറ്റ് ചെയ്യാനും കൂടെ, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വാൾവ് നമ്മൾ എപ്പോഴും ടൈറ്റ് ആക്കുന്നത് വാൾവ് ഓവർലാപ്പിങ്ങിൻ്റെ സമയത്താണ്. ഈ വാൾവ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയൊക്കെ 4 സ്ട്രോക്ക് വണ്ടികളാണ് മാക്സിമം വരുന്നത്. 4 സ്ട്രോക്ക് വണ്ടികൾക്ക് വാൾവ് ഉള്ളൂ. 2 സ്ട്രോക്ക് വണ്ടികൾക്ക് ഈ വാൾവ്, ഈ റോക്ക് റാം വാൾവുകളൊന്നുമില്ല. പക്ഷെ അതിന് വരുന്ന ഒരു വാൾവ് എന്ന് പറയുന്നത് അതിന് റീഡ് വാൾവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ RX ഒക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, ആ കാർബറേറ്റർ കഴിഞ്ഞിട്ട് ഒരു റീഡ് വാൾവ് ഉണ്ടാവും. നമ്മുടെ ഈ 4 സ്ട്രോക്ക് വണ്ടികളിലാണ് വാൾവുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വാൾവ് നമ്മൾ എപ്പോഴും ടൈറ്റ് ചെയ്യുന്നത് എക്സോസ്റ്റ് സ്ട്രോക്കിൻ്റെ അവസാനത്തിലും അതുപോലെ തന്നെ ഇൻലെറ്റ് സ്ട്രോക്കിൻ്റെ തുടക്കത്തിലുമായിട്ട് 2 വാൾവും ഒരേ സമയം ഓപ്പൺ ആയിരിക്കും. ആ ഓപ്പൺ ആവുന്ന സമയത്തായിരിക്കണം വാൾവ് ക്ലിയറൻസ് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം വാൾവ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. ഈ വാൾവ് ക്ലിയറൻസ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഫീലർ ഗേജ് ഉപയോഗിച്ച് മാത്രം ചെക്ക് ചെയ്യുക. കാരണം എല്ലാ ഫീലർ ഗേജിലും ഓരോ അളവുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടോ, 0.75, അതുപോലെ തന്നെ 0.40, 0.30, 0.20, അങ്ങനെ ഓരോ വാൾവിൻ്റെ അല്ലെങ്കിൽ ഓരോ ബ്ലേഡിലും കൃത്യമായ അളവുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഓരോ ബ്ലേഡ് ഇട്ടിട്ട് നമ്മളിതിലേക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇതാണ്ടോ, ഇപ്പോൾ എക്സോസ്റ്റ് വാൾവിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോ ബ്ലേഡ് ഇട്ട് നോക്കുന്ന സമയത്ത് ഇതാണ്ടോ, ഇത് ഇത്രയും ഫ്രീ ആണ്. അപ്പോൾ എന്താണ്, ഇതെല്ലാം ഈ ബ്ലേഡ് ഇതിൻ്റെ അളവ് നമുക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഈ ബ്ലേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ അടുത്ത ബ്ലേഡ് നമ്മൾ യൂസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ 0.08 ബ്ലേഡ് ഇട്ട് നോക്കി, അതും വളരെ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ 0.15 ബ്ലേഡ് ഞാൻ അതിലേക്ക് ഇട്ട് നോക്കി, അതുണ്ടോ, അത് ആവറേജ് ടൈറ്റ് ആണ്. അപ്പോൾ ഇത് ഏകദേശം അളവ് 0.15 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം വരുന്നത് 0.20 ആണ്. 0.20 ഇട്ടു. ആ 20 ഇടുന്ന സമയത്തും അത്യാവശ്യം ഇത്
ലൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി 0.20ൻ്റെ മേലെയാണ് അതിൻ്റെ വാൾവ് ക്ലിയറൻസ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വാൾവ് കൃത്യമായി ലൂസാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമുക്ക് അതിനൊരു അളവ് കിട്ടി, എത്ര അളവിലാണ് അത് ലൂസായി കിടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ക്ലിയറൻസ് ആ വാൾവിൻ്റെ എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ചെയ്യേണ്ടത് നമ്മുടെ സർവീസ് മാനുവൽ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി നമുക്ക് അളവ് അറിയാം. അപ്പോൾ നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ സർവീസ് മാനുവലൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ PDF ഫയൽ കിട്ടും, ഏത് വണ്ടിയുടെ ആയാലും. അപ്പോൾ R15 മറ്റു വണ്ടികളോ ഏത് വണ്ടിയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ സർവീസ് മാനുവൽ നിങ്ങളുടെ കയ്യിൽ സാധാരണ കിട്ടില്ല, യൂസർ മാനുവൽ ആയിരിക്കും സാധാരണ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സർവീസ് മാനുവൽ ഡൗൺലോഡ് ചെയ്താൽ അതിൽ വാൾവിൻ്റെ കൃത്യമായ ക്ലിയറൻസ് കിട്ടും. ആ ക്ലിയറൻസ് വെച്ചിട്ട് ആ ക്ലിയറൻസിനനുസരിച്ച് നമുക്കത് കൃത്യമായി ടൈറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡ്യൂക്ക്, ഡൊമിനോർ, അതുപോലെ തന്നെ CBR 250 പോലത്തെ വണ്ടികളിലൊക്കെ ഷിം ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് വാൾവ് ടൈറ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ വാൾവ് ടൈറ്റ് ചെയ്യുന്നത്? വാൾവ് ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ നല്ല രീതിയിലുള്ള ഹെഡ് നോയ്സ് വരും. അതായത് ഞാൻ പറഞ്ഞ പോലെ ആ ടിക് 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 എന്നുള്ള സൗണ്ട് നിങ്ങൾക്ക് ഹെഡിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൈലേജും ഡ്രോപ്പ് ആവും. ഈ മൈലേജ് ഡ്രോപ്പ് ആവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു വാൾവിനെ ക്ലോസ് ചെയ്യുന്ന, വാൾവിനെ ഓപ്പൺ ചെയ്യുന്നതും വാൾവിനെ ക്ലോസ് ചെയ്യുന്നതും ഈ റോക്കറാമാണ്. ഈ റോക്കറാമ് കൃത്യമായി ആ വാൾവിനെ താഴ്ത്തി ആ ഒരു ടൈമിൽ വാൾവ് താഴ്ന്നു കഴിഞ്ഞ്, അതിപ്പോൾ ഇൻലെറ്റ് ആയാലും എക്സോസ്റ്റ് ആയാലും താഴ്ന്നു കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇൻലെറ്റ് വാൾവ് താഴ്ന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കാർബറേറ്ററിൽ നിന്നായാലും ഫ്യൂൽ ഇഞ്ചക്ടറിൽ നിന്നായാലും ആ ഒരു എയർ ഫ്യൂൽ മിക്സർ ആ ഇൻലെറ്റ് വാൾവിലൂടെ നമ്മുടെ സിലിണ്ടറിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ സിലിണ്ടറിലുള്ള ആ ഒരു പവർ സ്ട്രോക്ക് കഴിഞ്ഞതിന് ശേഷം വരുന്ന എക്സസ്റ്റിംഗ് ഗ്യാസ് ഒക്കെ നമുക്ക് പുറത്ത് തള്ളുന്നത് നമ്മുടെ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുന്ന സമയത്ത് ആ എക്സോസ്റ്റ് വാൾവിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു വാൾവ് ഓപ്പൺ ചെയ്യുന്ന ടൈമും അതുപോലെ തന്നെ വാൾവ് ക്ലോസ് ചെയ്യുന്ന സമയവും കൃത്യമായിരിക്കണം. അങ്ങനെ കൃത്യമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാർബറേറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു എയർ ഫ്യൂൽ മിക്സറിന്റെ അളവ് കുറയും. കാരണം ഇപ്പോൾ നമ്മൾ ഒരു 10 സെക്കൻഡാണ് ഇൻലെറ്റ് വാൾവ് തുറന്നിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻലെറ്റ് വാൾവ് തുറന്നിരിക്കുന്നത് ഏകദേശം ഒരു എക്സാമ്പിൾ 10 സെക്കൻഡാണ് വിചാരിക്കുക. അപ്പോൾ ഈ വാൾവ് ക്ലിയറൻസ് കൂടുതലാവുമ്പോൾ, ഇപ്പോൾ അതിൻ്റെ വാൾവ് ക്ലിയറൻസ് കൃത്യമായിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു 10 സെക്കൻഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു വാൾവ് ക്ലിയറൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 5 സെക്കൻഡ് ആ വാൾവ് തുറക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കാർബറേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡിയിൽ നിന്നോ പോകുന്ന എയർ ഫ്യൂൽ മിക്സറിൻ്റെ അളവിൽ വ്യത്യാസം വരും. ആ അത്രയും ഭാഗം മാത്രം, അത്രയും എയർ ഫ്യൂൽ മിക്സർ മാത്രമേ നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ ഫയർ ആവുള്ളൂ. ഇതേപോലെ തന്നെയാണ് തിരിച്ചും. ഇപ്പോൾ നമ്മുടെ ഇൻലെറ്റ് വാൾവിൻ്റെ ക്ലിയറൻസ് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ 0.08 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ 0.08 ആണ് ഇൻലെറ്റ് വാൾവിൻ്റെ ക്ലിയറൻസ്. എക്സോസ്റ്റ് വാൾവിൻ്റെ ക്ലിയറൻസ് ആണ് കൂടുതൽ എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ എഞ്ചിനുള്ളിൽ കത്തിത്തീർന്ന ആ ഒരു എയർ ഫ്യൂൽ മിക്സറിൻ്റെ ബ്ലോ ബൈ ഗ്യാസസുകൾ നമ്മൾ കൃത്യമായി പുറത്തോട്ട് പോകുന്നത് എക്സോസ്റ്റ് വാൾവിലൂടെയാണ്. അപ്പോൾ ആ എക്സോസ്റ്റ് വാൾവിൻ്റെ ഓപ്പണിംഗ് ടൈം, എക്സോസ്റ്റ് വാൾവിൻ്റെ ഓപ്പണിംഗ് ടൈമിൽ ചെറിയ വേരിയേഷൻ വരും, അതായത് കുറയും. അപ്പോൾ ആ സിലിണ്ടറിനുള്ളിലുള്ള മുഴുവൻ ബ്ലോ ബൈ ഗ്യാസസുകളും പുറത്തോട്ട്, അതായത് സൈലൻസിലൂടെ പുറത്തോട്ട് പോകില്ല. അപ്പോൾ വീണ്ടും അതിൽ കുറച്ചും കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ എഞ്ചിനിൽ കൂടുതലും കരി വരുന്ന ഒരു പ്രശ്നവും വരുന്നത്. അപ്പോൾ ഈ കാർബൺ ഡെപ്പോസിറ്റുകൾ കൂടുതൽ വരാനും അതുപോലെ തന്നെ മൈലേജ് ഷോർട്ട് വരാനും നമ്മുടെ ഈ ഒരു വാൾവ് ക്ലിയറൻസ് കൃത്യം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു പ്രോബ്ലംസ് വരും. അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു വാൾവ് ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ റോക്കർ ആമിൻ്റെ ഈ ഒരു നെറ്റ്, അഡ്ജസ്റ്റിംഗ് നെറ്റ് കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ വാൾവിൻ്റെ ടോപ്പ്, വാൾവിൻ്റെ ഏറ്റവും എഡ്ജ്, ആ എഡ്ജ് ചതഞ്ഞു പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. കാരണം ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചൂടാവും. നമ്മളൊരു കുറച്ചൊരു 10 കിലോമീറ്റർ പോകുമ്പോഴേക്കും ഏകദേശം 100 ഡിഗ്രിയുടെ മേലെയെങ്കിലും ആവറേജ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഹീറ്റാവും. അപ്പോൾ ആ ഹീറ്റാവുന്ന സമയത്ത് ആ ഒരു അടി, അതായത് ആ ക്ലിയറൻസ് കുറവാകുമ്പോൾ ആ ഒരു വാൾവിലേക്ക് കിട്ടുന്ന റോക്കറാമിൻ്റെ അടി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹാർഡായിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് ആ ടാപ്പറ്റ്, അല്ലെങ്കിൽ ടാപ്പറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാൾവിനെ തന്നെയാണ്, ആ വാൾവിൻ്റെ ടോപ്പ് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇതാണ് വാൾവ് ക്ലിയറൻസ് കൂടുതലായാൽ, ക്ലിയറൻസ് കൃത്യമായി ടൈറ്റ് ചെയ്യാതെ കൂടുതലായാലുള്ള പ്രശ്നം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്,
വാൾവ് ക്ലിയറൻസ് കൃത്യമല്ലാതെ കൂടുതൽ ടൈറ്റ് ആക്കിയാൽ എന്ത് സംഭവിക്കും എന്നാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫീലർ ഗേജ് വെച്ച് തന്നെ കൃത്യമായി ടൈറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഫീലർ ഗേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അളവുകൾ കൃത്യമായി കിട്ടും. നമ്മൾ ആ ഒരു ചെയ്ത വാൾവ് ക്ലിയറൻസ് അല്ലെങ്കിൽ വാൾവ് ക്ലിയറൻസ് ടൈറ്റ് ചെയ്തത് കൃത്യമായ അളവിലാണ് എന്ന് നമുക്ക് 100% കൂടെ ഉറപ്പുവരുത്താൻ നമുക്ക് ഈ ഒരു ഫീലർ ഗേജ് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇപ്പോൾ ചില ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയ മെക്കാനിക്മാർക്കൊക്കെ ഇപ്പോൾ സിംഗിൾ വാൾവ്, ഇപ്പോൾ എന്തായാലും ഡബിൾ വാൾവ് വരുന്ന വണ്ടികളൊക്കെ എന്തായാലും ഫീലർ ഗേജ് യൂസ് ചെയ്യാതെ കൃത്യമായി ടൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞോളൂ ഈ MT R15 അതുപോലെ തന്നെ RS 200 അങ്ങനത്തെ വണ്ടികളൊക്കെ ഡബിൾ റോക്ക് റാം 2 ലെഗായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൽ 4 വാൾവും വരും, ടോട്ടലി ഇൻലെറ്റും എക്സോസ്റ്റും കൂടെ. അപ്പോൾ ആ വാൾവുകളെല്ലാം ആ വാൾവിൻ്റെ ക്ലിയറൻസ് എല്ലാം നിർബന്ധമായി നമുക്കൊരു ഫീലർ ഗേജ് ഉപയോഗിച്ച് കൃത്യമായി ടൈറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ സിംഗിൾ വാൾവ്, ഇപ്പോൾ യൂണിക്കോൺ അതുപോലെ തന്നെ ഹങ്ക്, ആക്ടിവ പോലത്തെ സ്കൂട്ടേഴ്സ് അങ്ങനത്തെ വണ്ടികളിലൊക്കെ സിംഗിൾ വാൾവ് അല്ലെങ്കിൽ സിംഗിൾ റോക്ക് റാം വരുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പ് വണ്ടികളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്ക് കൈവച്ച് നോക്കിയാൽ കൂടെ ഏകദേശം ക്ലിയറൻസ് അറിയാൻ പറ്റും. അങ്ങനെ ടൈറ്റ് ചെയ്യുന്നത് പ്രശ്നമാണ് എന്നല്ല, അത് എക്സ്പീരിയൻസ്ഡ് ആയവർക്ക് അത് അറിയാൻ പറ്റും. അതുപോലെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ ഇങ്ങനെ ഫീലർ ഗേജ് വെച്ച് മാത്രം ടൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ അവിടുത്തെ മെക്കാനിക് അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം പറയരുത്. കാരണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അത് അങ്ങനെ ചെയ്താൽ കൂടെ ഏകദേശം അളവ് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഫീലർ ഗേജ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ആ ഒരു അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, കിക്കറുള്ള വണ്ടികളാണെങ്കിൽ കംപ്രഷൻ ലോസ് ആയി പോകും. ഇപ്പോൾ നമ്മുടെ കിക്കർ അടിക്കുമ്പോൾ ഒരു ഏകദേശം ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഡീകംപ്രഷനുള്ള ക്യാം ഷാഫ്റ്റുള്ള വണ്ടികളിലാണ് കിക്കറിന് അത്യാവശ്യം ടൈറ്റ് ഫീൽ ചെയ്യാതെ കിക്കർ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് FZ പോലത്തെ വണ്ടികളിലൊക്കെ നമുക്ക് കിക്കർ അടിക്കുമ്പോൾ അധികം ലോഡ് ഉണ്ടാവില്ല. നമുക്ക് സിമ്പിളായിട്ട് കിക്കർ താഴ്ത്തിയിട്ട് തന്നെ നമുക്ക് ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പൾസർ പോലത്തെ വണ്ടികളിൽ, പൾസറിൽ പഴയ മോഡലിൽ അതുപോലെ ഡീകംപ്രഷനുള്ള ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട്. ഇപ്പോഴത് അങ്ങനത്തെ അല്ല, നോർമൽ ക്യാം ഷാഫ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ അതിന് ആ കിക്കർ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. ഇത് വാൾവ് ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു കിക്കർ ടോട്ടലി ഫ്രീ ആയി പോകും. നമ്മൾ ചിലപ്പോൾ സെൽഫ് അടിക്കുമ്പോൾ അത്ര പ്രോബ്ലം കാണിക്കണം എന്നില്ല, കംപ്രഷൻ ലോസ് ആവും. പിന്നെ വരുന്ന ഒരു പ്രധാന പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാൾവിന് ഒരു ഓപ്പണിംഗ് ഉള്ള ഒരു സമയം, അതുപോലെ തന്നെ ക്ലോസിങ്ങിനുള്ള ഒരു സമയമുണ്ട്. ഈ വാൾവ് ഓപ്പൺ ചെയ്യുന്ന സമയം, അതായത് നമ്മുടെ ഇൻലെറ്റ് വാൾവ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ പിസ്റ്റൺ എപ്പോഴും താഴെയായിരിക്കും, സിലിണ്ടറിന്റെ ഏറ്റവും അടിഭാഗത്തായിരിക്കും. അതിനെ നമ്മൾ ബോട്ടം ഡെഡ് സെന്റർ BDC എന്ന് പറയും. അപ്പോൾ ഈ BDCയിൽ നിന്ന് പിസ്റ്റൺ ടോപ്പിലേക്ക് വരുന്നതിൻ്റെ ഉള്ളിൽ ആ ഒരു വാൾവ് ക്ലോസ് ആവണം. പക്ഷേ നമ്മൾ ഈ ഒരു വാൾവ് ക്ലിയറൻസ് കൂടുതലാക്കി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ പിസ്റ്റൺ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ വാൾവ് ചിലപ്പോൾ ക്ലോസ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ കൊണ്ടുപോയിട്ട് വാൾവിലേക്ക് അടിച്ച് ആ വാൾവ് ഒന്നില്ലെങ്കിൽ പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ വാൾവ് ബെൻഡായി പിസ്റ്റൺ വരെ പൊട്ടിപ്പോയി എൻജിൻ കംപ്ലൈൻറ്റിലേക്ക് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇപ്പോൾ ചില വണ്ടികളിലൊക്കെ വാൾവ് ബെൻഡായി പോകും, അതും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ വാൾവ് ക്ലിയറൻസുകൾ ഓരോ വണ്ടിയിൽ ചെയ്യുന്ന സമയത്തും കൃത്യമായിരിക്കണം, അത് കൃത്യമായി ടൈറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഓരോ വണ്ടിയുടെയും വാൾവ് ക്ലിയറൻസ് എത്രയാണ് എന്നുള്ളത്, ഇപ്പോൾ നമ്മുടെ വണ്ടി ഏതാണോ അത് നമുക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ വേണം. അതിനുള്ള വഴികൾ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, പണ്ടത്തെ കാലം പോലെയൊന്നുമല്ല. നിങ്ങൾക്ക് നെറ്റിലൊക്കെ തപ്പി നോക്കിയാൽ എല്ലാം നിങ്ങൾക്ക് ആ ഒരു വാൾവ് ക്ലിയറൻസ് അറിയാൻ പറ്റും. അപ്പോൾ അതും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വലിയ വണ്ടികൾ, ഇപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു MT പോലത്തെ വണ്ടികൾ കാണിക്കാനുള്ള കാരണം, ഇത് VVS സിസ്റ്റം ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ വാൾവ് ക്ലിയറൻസ് മറ്റു വണ്ടികളിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് ഒക്കെ വരുന്നത് 0.24ൻ്റെ അടുത്തൊക്കെയാണ് വരുന്നത്. പക്ഷേ അത്ര വെക്കണമെന്നില്ല, അത്ര വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നോയ്സ് നമുക്ക് അത്ര ക്ലിയർ ആവണമെന്നില്ല. ഇപ്പോൾ ഞാൻ കണ്ടില്ല, ഇപ്പോൾ 0.20 ആണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്ലിയറൻസ് ഇപ്പോൾ ഞാൻ കണ്ടത്. പക്ഷേ ആ ഒരു സമയത്ത് പോലും അത്യാവശ്യം നോയ്സ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനും കുറച്ചൊന്ന് കമ്മിയാക്കിയിട്ട് നമുക്ക് വെക്കാം. ഒരുപാട് അത് കുറച്ച് വെക്കരുത്. കാരണം VVS സിസ്റ്റം ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ 7000 RPM VVA മോട്ടോർ വർക്ക് ചെയ്ത് അഡീഷണൽ റോക്ക് റാമും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു VVS സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻലെറ്റ് വാൾവിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ക്ലോസിനെ ചെറിയ ലാഗ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലാഗ് ആക്കുന്ന സമയത്ത് ചിലപ്പോൾ പിസ്റ്റൺ വാൾവിൽ അടിച്ച് ആ ഒരു വാൾവുകൾ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് വീഡിയോകൾ നിങ്ങൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു R15ൻ്റെ അല്ലെങ്കിൽ V3 അതുപോലെ തന്നെ V4 അതുപോലെ തന്നെ MT പോലത്തെ VVS സിസ്റ്റം ഉള്ള വണ്ടികളുടെ പിസ്റ്റനൊക്കെ ഡാമേജ് ആയിട്ട്. അപ്പോൾ ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം. ഞാൻ വാൾവ് ടൈറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതേ രീതിയിൽ തന്നെ മെത്തേഡുകളിൽ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ
എന്തിനാണ് നമ്മൾ വാൾവ് ടൈറ്റ് ചെയ്യുന്നത് എന്നത് കൃത്യമായ ബോധം നമുക്ക് വേണം. ആ വാൾവ് ടൈറ്റ് ചെയ്തതിന് ശേഷവും നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കംപ്ലൈൻറ്റ് സോൾവ് ആയോ ഇല്ലയോ എന്നും നമ്മൾ നോക്കണം. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാൾവ് ക്ലിയറൻസ് എന്തിനാണ് ടൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഉപകാരമൊക്കെ ഞാൻ അതിൽ വിശദമായി പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരുപാട് പേര് വാൾവ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. അത് എന്തിനാണ് ചെയ്യുന്നത്, അത് ഓവർ ടൈറ്റ് ചെയ്താലോ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷം എന്താണോ എന്നും പലർക്കും അറിയില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാൾവ് ക്ലിയറൻസ് ചെക്ക് ചെയ്ത് വാൾവ് ക്ലിയറൻസ് ടൈറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ആകുമ്പോൾ നിങ്ങൾ സർവീസിന് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് വാൾവ് ക്ലിയറൻസ് നോക്കാൻ പറയാം. ഫീലർ ഗേജ് ജസ്റ്റ് ഒന്ന് നോക്കാൻ മാത്രമുള്ള ഹെഡ് കവർ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ MT R15 ഒക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കിറ്റും അതുപോലെ തന്നെ ടോപ്പ് കവറും റേഡിയേറ്ററൊക്കെ അഴിച്ചു നോക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള വണ്ടികളൊക്കെ ടാങ്ക് അഴിച്ചാൽ തന്നെ സുഖമായിട്ട് നോക്കാം. അപ്പോൾ ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.